അപ്പോൾ ഫോൾഡഡ് സൈഡാണ് ഇത്. ഓപ്പൺ സൈഡ് നിങ്ങളെ സൈഡിലോട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഫാബ്രിക് അൺഈവൻ ഉണ്ട്, അതുകൊണ്ട് അതിനൊരു ലൈൻ മാർക്ക് ചെയ്തിട്ട് ഈ ലൈൻ തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എത്രയാണ് നിങ്ങൾ ഷോൾഡർ അതിൻ്റെ നേരെ ഹാഫ് ഇവിടെ മാർക്ക് ചെയ്യാം. എപ്പം എന്ന് വെച്ചാൽ ബാക്ക് നെക്ക് വന്നിട്ട് ഒരു 4 ഇഞ്ച് വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എത്രയാണ് ഷോൾഡർ അതിൻ്റെ നേരെ ഹാഫ് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഷോൾഡർ എടുക്കാവുന്നതാണ്. അതിനെക്കാട്ടി കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് നേരെ 1 ഇഞ്ച് കുറച്ച് നമ്മൾ കൊടുത്താൽ ഓക്കെ ആയിരിക്കും. എത്രയാണ് ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ താഴോട്ട് എന്ത് ചെയ്യാൻ പോണത്, ചെസ്റ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഡൗൺ ചെയ്ത് കൊടുക്കാൻ പോണത്. കണ്ടോ ഇതുപോലെ. ആ മൂല എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് അതും കൂടെ കാണിച്ചു തരാം. എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ പറഞ്ഞു തരാം. ഈ ഷോൾഡർ ഡൗൺ ചെയ്ത് അവിടെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചെസ്റ്റിൻ്റെ 1/4 കൊടുക്കണം. എത്രയാണ് നിങ്ങൾ ചെസ്റ്റ് റൗണ്ട് കിട്ടിയിരിക്കുന്നത്? ഇപ്പം എൻ്റെ കേസിൽ വന്നിട്ട് 40 ഇഞ്ചസ് ആണ്. അപ്പോൾ 14 എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എത്രയാണ് കിട്ടുന്നത് അതിവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. 10 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് 2 ഇഞ്ച് ഇവിടെ സീം അലവൻസ് കൂടുതൽ കൊടുക്കാം. ഫ്യൂച്ചറിൽ നമുക്ക് ലൂസ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ഡൗൺ ചെയ്യാം. ഡൗൺ ചെയ്തതിൻ്റെ അവിടെ വിട്ടിട്ട് താഴോട്ട് ഇങ്ങനെ 2 ആയിട്ട് ഫോൾഡ് ചെയ്യാം. എത്രയാണ് കിട്ടുന്നത് അതിനോട് ഒരു മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഒരു 1.25 1 ഇഞ്ചോ വെച്ചിട്ട് ഇവിടെ നമുക്കൊന്ന് ഫ്രഞ്ച് കർവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കർവ് ഷേപ്പ് ചെയ്ത് എടുക്കാം. ഷേപ്പ് ചെയ്തത് കറക്റ്റാണോ നമുക്ക് ഉള്ളത് എങ്ങനെ ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ എത്രയാണ് നമ്മൾ ആം റൗണ്ട് അതിവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ആദ്യം നമുക്ക് മാർക്ക് ചെയ്യാം, എന്നിട്ടാകുമ്പോൾ ഞാൻ അതും കൂടെ പറഞ്ഞുതരാം. രണ്ടാമത്തെ മാർക്കിംഗ് വന്നിട്ട് നമ്മൾ വെസ്റ്റ് റൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ഇവിടെ ടേപ്പ് വയ്ക്കുക. താഴെ എവിടെയാണ് 14 കിട്ടുന്നത് അവിടെ ഒരു മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുത്ത മാർക്കിംഗ് എന്ന് വെച്ചാൽ 21 ഇത് 14 വെച്ചിരിക്കുന്നത് എല്ലാ കേസിലും 14 കൊടുത്താൽ മതി, അളവ് എത്രയാണെങ്കിലും. ഇത് നമുക്ക് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ 21 ഇഞ്ചിലാണ് കൊടുക്കുന്നത്. ഒരു 5 അടി വരെ ഉള്ള 5-5.5 അടി വരെ ഉള്ള ആൾക്കാർക്ക് 21 മതി. അതിനെക്കാട്ടിയും കൂടുതലാണെന്നുണ്ടെങ്കിൽ 21.5 22 നല്ല 6 അടിയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 22.5 മതി. നോർമൽ സ്റ്റാൻഡേർഡ് ആയിട്ട് 21 വയ്ക്കാം. പൊക്കം കുറവാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ഇങ്ങോട്ട് നമുക്ക് കുറച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ മാർക്കിങ്ങും ആണ് ചുരിദാറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മാർക്കിങ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. എപ്പം മാർക്ക് ചെയ്ത മാർക്കിംഗ് ഒക്കെ നമുക്കൊന്ന് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ സ്ട്രേറ്റ് ലൈൻ ആക്കി മാറ്റാം. നിങ്ങളതിൽ സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കെയിൽ ഉപയോഗിക്കാം. ഞാൻ സ്കെയില് എല്ലാം എനിക്കിത് തന്നെയാണ്. ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഞാൻ എപ്പോൾ ഇത് തന്നെ ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ ഞാൻ ശീലിച്ചു പോയി. ഓക്കെ, ഇനി ഇവിടെ കൊടുക്കേണ്ടത് നമ്മൾ വെസ്റ്റ് റൗണ്ട് ആണ്. എത്രയാണ് നിങ്ങൾ വെസ്റ്റ് റൗണ്ട് അതിന് നേരെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. മുകളിൽ കൊടുത്ത 2 ഇഞ്ച് ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളിത് എത്രയാണ് വന്നിരിക്കുന്നത് അത് ഇവിടെ കൊടുക്കുക. അതിൻ്റെ അകത്ത് 2 ഇഞ്ച് മുകളിൽ കൊടുത്ത സീം അലയൻസും കൂടെ കൊടുക്കാം. ഇത് വന്നിട്ട് ഹിപ്പ് റൗണ്ട് ആണ് കൊടുക്കേണ്ടത്. ഹിപ്പ് റൗണ്ട് എപ്പം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സ്ലിറ്റ് ഒക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഹിപ്പ് റൗണ്ട് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബട്ടക്സ് റൗണ്ട് ഇങ്ങനെ എടുക്കാം. നല്ല ഉയരമുള്ള ഭാഗം ബാക്കിൽ നിന്ന് കവർ ചെയ്ത രീതിക്ക് ഈ ഫിംഗർ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഫ്രണ്ടിൽ ഇതിങ്ങനെ പിടിച്ചിട്ട് വേണം നമുക്ക് എപ്പം അളവെടുക്കാൻ. ബോഡിയിൽ നിന്ന് എടുത്ത അളവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തും ലൂസ് ടൈറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ആസ് ഇറ്റ് ഈസ് ഇവിടെ കൊടുക്കാം. നിങ്ങൾക്ക് ലൂസ് ഇടാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ വയറ്റിൻ്റെ മുമ്പിൽ ഇങ്ങനെ തള്ളി കറക്റ്റ് നിൽക്കുന്ന പോലെ വരും ഇവിടെ ലൂസ് കൊടുത്താൽ. അതുകൊണ്ട് ഇവിടെ ലൂസ് വേണമെങ്കിൽ കൊടുക്കാം, ഇവിടെ കൊടുക്കാം. ഇവിടെ ലൂസൊന്നും കൊടുക്കണ്ട. ഹിപ്പ് റൗണ്ട് ഇങ്ങനെ എടുത്ത് കറക്റ്റ് ഇതുപോലെ തയ്ച്ചാൽ മതി. ചുരിദാറിനാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലിറ്റ് ഓപ്പൻ്റെ അവിടെ നിന്ന് അടുത്ത സ്ലിറ്റ് ഓപ്പൺ വരെ ഇങ്ങനെ വെച്ചെടുക്കാം. എൻ്റെ കേസിൽ അത് വന്നിട്ട് ഇവിടെ 9.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. 1 ഇഞ്ച് ഞാൻ ഫോൾഡ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഫോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതുപോലെ കൊടുക്കാം. 1 കൊടുക്കുക, 1.5 കൊടുക്കുക. അതിനെക്കാട്ടി കൂടുതലോ അതിനെക്കാട്ടി കുറവോ നമ്മൾ എടുക്കരുത്. എടുത്താൽ നമുക്ക് സ്ലിറ്റ് മടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ 3 അളവ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ക്വസ്റ്റ്യൻ ഉണ്ട് പുതിയതായിട്ട് പഠിക്കുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഒന്ന് ഫോളോ ചെയ്ത് വെക്കാം. പല്ലവി നായർ 01 എന്നാണ് എൻ്റെ ID. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് ഇടാം എനിക്ക്. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ എനിക്ക് എളുപ്പമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇനി ചുരിദാറിൻ്റെ ലെങ്ത്ത് എങ്ങനെ കൊടുക്കാം? ചുരിദാറിൻ്റെ ലെങ്ത്ത് റെഡി ലെങ്ത്തിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1.5 ഇഞ്ച് ലെങ്ത്ത് കൂട്ടി കൊടുക്കാം. അപ്പം ഇത് ലൈനിങ് ഇല്ലാത്ത ചുരിദാർ ആയതുകൊണ്ടാണ് 1.5 ഇഞ്ച്. ഓക്കെ, 1.5 ഇഞ്ച് കൊടുത്താൽ താഴെ 1 ഇഞ്ച് മടക്കി തയ്ക്കാനും 1/2 ഇഞ്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യാനും കൊടുത്താൽ നമുക്ക് ഓക്കെ ആവും. ഇപ്പോൾ ലൈനിങ് ആണ് ആദ്യം കട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മെയിൻ ഫാബ്രിക്കിനെ കാട്ടി ഒരു 2 ഇഞ്ച് 2.5 ഇഞ്ച് കുറച്ച് നമുക്ക് വെട്ടിയാൽ മതിയാവും. വ്യത്യാസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്ത് കോരിയുണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. എത്രയാണ് നമ്മൾ വെസ്റ്റ് ലൈൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ വെസ്റ്റ് ലൈൻ തന്നെ ബോട്ടമിൽ ഇവിടെ മാർക്ക് ചെയ്യാം. അപ്പം നമ്മൾ ഇവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആക്കാനുണ്ട്. കണ്ടോ, ഇത് അൺഈവനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ആദ്യം ഫസ്റ്റ് ഒരു ലൈൻ വരച്ചെടുക്കാം ഇതുപോലെ. എന്നിട്ട് അവിടെ നമ്മൾ കൊടുക്കേണ്ടത് 9, 9.5,
1. ഓക്കെ, ഇനി എൻ്റെത് സ്ട്രേറ്റ് സ്ലിറ്റാണ്. റെഡിമെയ്ഡിലൊക്കെ വരുന്ന സ്ലിറ്റാണ് ഞാൻ ഉപയോഗിക്കുക. അതുകൊണ്ട് ഞാൻ എന്തെന്ന് വെച്ചാൽ സ്ട്രേറ്റ് ആയിട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഫ്ലെയർ ഉള്ള സ്ലിറ്റാണ്, നിങ്ങൾ കുറച്ച് ചില ആൾക്കാർ കുറച്ച് ക്രോസിൽ തയ്ക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ 1 ഇഞ്ച് ഇവിടെ ഹിപ്പിൽ കൊടുത്തതിനെ കാട്ടി 1 ഇഞ്ച് ഇവിടെ കൂട്ടി കൊടുക്കുക. അപ്പോൾ നമ്മൾ ലൈനിങ് ഇങ്ങനെ യോജിപ്പിച്ചെടുക്കാം. ഇത് രണ്ടും ആസ് ഇറ്റ് ഈസ് ഇതുപോലെ യോജിപ്പിച്ചെടുക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒരു ചെസ്റ്റിൻ്റെ അവിടെ ഒരു ഐഡിയയും കൂടെ പറഞ്ഞുതരാം. ചെസ്റ്റ് നിങ്ങൾക്ക് ടൈറ്റാണ് വരുന്നതെങ്കിൽ കൂടുതൽ എന്ന് വെച്ചാൽ ഹെവി ചെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുകളിൽ ഒരു 10 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരു 9.5 ഇഞ്ചിൽ ഒരു മാർക്ക് ചെയ്യുക. 10 9.5 ഒരു മാർക്ക് ചെയ്തിട്ട് അവിടം വരെ ഈ ലൈന് കറക്റ്റ് അതുപോലെ തന്നെ കൊടുക്കാം. എന്ന് വെച്ചാൽ എത്രയാണ് നിങ്ങൾ ഇവിടെ 9 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും കൂടെ 9 കൊടുക്കുക, ഇവിടെ 8 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെയും കൂടെ 8 കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ തയ്ച്ച് നോക്കിക്കോളും, നല്ല ഫിറ്റിംഗ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിനിങ്ങനെ കണക്ട് ചെയ്യാം, എന്നിട്ട് ഇതിനിങ്ങനെ കണക്ട് ചെയ്യാം. ഒന്നും പോയിന്റ് ആക്കി വിടരുത്, നല്ല നീറ്റായിട്ട് ഇതുപോലെ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഹെവി വെസ്റ്റ് അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ രണ്ടോളും ഇതുപോലെ സ്ട്രൈറ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ ഒരു ചെറിയൊരു 1/4 ഇഞ്ചിൻ്റെ ഗ്യാപ്പ് തുണി കൂടുതൽ കണ്ട ആ തുണി നമുക്ക് ഇവിടെ പഫിന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇവിടെ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഇതിങ്ങനെ വേണം സോൾവ് ചെയ്യാൻ. ഇനി ഫ്രണ്ടിലത്തെ മാർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് അകത്തോട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതേ ലൈനിൻ്റെ അവിടുന്ന് കുറച്ച് അകത്തോട്ട് ഇങ്ങനെ കയറിയിട്ട് ഇതിങ്ങനെ നമുക്ക് അകത്തോട്ട് മറിക്കാം. അപ്പോൾ ഇത് നമ്മളിത് ബാക്ക് ആമോലാണ്, ഇത് വന്നിട്ട് ബാക്ക് ആമോലാണ്, ഇത് നമ്മളിത് ഫ്രണ്ട് ആമോലാണ്. ഓക്കെ, ഇവിടെ ഞാൻ നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത് 3 ഇഞ്ചാണ്. സ്റ്റാൻഡേർഡ് ആയിട്ട് 3 ഇഞ്ച് കൊടുക്കാം. നെക്ക് കൂടുതൽ ഡീപ്പാണെന്നുണ്ടെങ്കിൽ 2.5 ഇഞ്ച് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള നെക്ക് ഇതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തെടുക്കാം. താഴോട്ട് എത്രയാണ് ഡെപ്ത് വേണ്ടത് അത് മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു നോർമലായിട്ട് ഒരു 6 ഇഞ്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ മുകളിൽ കൊടുത്ത വിഡ്ത്ത് 3 ഇഞ്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു ഫ്രീ ഹാൻഡായിട്ട് ഒരു നോർമൽ സ്റ്റാൻഡേർഡ് നെക്ക് വരച്ചു കൊടുക്കുകയാണ്. ബാക്കും നെക്കും ഒരുപോലെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി ഇപ്പോൾ നമ്മൾ ഹൈ നെക്കിൻ്റെ ഫോർമുലയിലാണ് കട്ട് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ നെക്ക് അത്ര ഡീപ്പില്ല, 4 ഇഞ്ചേ ഉള്ളൂ. അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ രണ്ടും ബാക്കും ഫ്രണ്ടും ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ രണ്ട് വ്യത്യാസം പറയണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഏത് ഫ്രണ്ട് കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് ചുരിദാർ നെക്ക് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും തയ്ക്കാൻ പറ്റണം. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡീപ്പ് നെക്ക് ആകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 1 ഇഞ്ച് ഇവിടുന്ന് കുറച്ച് ബാക്കി ഷോൾഡർ എടുത്താൽ മതിയാവും. നെക്കിൻ്റെ വിഡ്ത്ത് 2.5 ഇഞ്ച് 2.25 കൊടുത്താലും മതിയാവും. ഓക്കെ, സൈസിൻ്റെ അക്കോർഡിങ് കുറവും കൂടുതലുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കണം. ഇതിങ്ങനെ പോയിന്റ് ആക്കി വെക്കരുത്, ഇങ്ങനെ ഒന്ന് സ്ലാൻഡിങ് ആയിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ആം ഹോളിൻ്റെ അവിടെയാണ് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത്. ആം ഹോളിൻ്റെ അവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എത്രയാണ് ആം ഹോൾ, അത് കറക്റ്റ് ഉണ്ടോ എന്ന് ഒന്ന് അളന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കേസിൽ എനിക്ക് 8 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആം ഹോൾ അളന്ന് നോക്കാം. ഈ ആം ഹോൾ ഇങ്ങനെ നമ്മൾ തയ്ക്കാൻ ഒരു 1/4 ഇഞ്ച് ഉപയോഗിക്കുമല്ലോ, അതിങ്ങനെ വിട്ടിട്ട് ബാക്കി നമുക്ക് ഇതുപോലെ നോക്കാം. കണ്ടോൾ ഫ്രണ്ട്സ്, നമുക്ക് കറക്റ്റാണ് കിട്ടിയത്. അപ്പം ഈ 7.5 ഇഞ്ച് ഞാൻ കൊടുത്തിരിക്കുന്നത്, 7 ഇഞ്ച് ഞാൻ ഡൗൺ ചെയ്തിരിക്കുന്നത് എനിക്ക് കറക്റ്റാണ് 8 ഇഞ്ച്. അപ്പം ഇനി നിങ്ങളെ കേസിൽ ഇത് കൂടുതലും കുറവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനി ഇതിനെക്കാട്ടി നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ലൈൻ ഒന്ന് 1/4 ഇഞ്ച് താത്ത് വരച്ച് നോക്കാം. എന്നിട്ട് ഈ വരയൊക്കെ ഇതിൻ്റെ മുകളിലോട്ട് വരയ്ക്കാം. അഥവാ ഇത് 8 ഇഞ്ച് നമുക്ക് വേണ്ട 7 ഇഞ്ചാണ് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ വര കുറച്ച് മുകളിലോട്ടാക്കി വരയ്ക്കാം. അത്ര തന്നെയാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് മാർക്ക് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്ത് ബാക്കിൽ 2 ഫാബ്രിക് വെച്ചിട്ടുണ്ട്, ഒന്ന് ഫ്രണ്ട് ഒന്ന് ബാക്കിന് വേണ്ടിയിട്ടും. അപ്പോൾ ആദ്യം നമ്മൾ ബാക്കിൻ്റെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. എന്നിട്ടാകുമ്പം ഒരു പീസ് ഇതിൻ്റെ അകത്ത് നിന്ന് മാറ്റിയതിന് ശേഷം ഈ ഫ്രണ്ടിലത്തെ കുഴി കുഴിച്ചിട്ട് നമുക്ക് അതും കൂടെ പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചുരിദാറിന് ആവശ്യമുള്ള 2 പീസ് ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടിക്കോളും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ് ആയിട്ട് കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.